മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ മലയാളീസിനെ പറ്റിക്കാനാണ് ഏറ്റവും എളുപ്പം. ഇനി സ്കോളർഷിപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ സ്കോളർഷിപ്പുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? റിയലി സ്കോളർഷിപ്പ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ചില കൺട്രികളിൽ ഫോർ എക്സാമ്പിൾ കൈറോ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് സ്കോളർഷിപ്പ്, പിന്നെ കൈറോ എന്നല്ല, ഈജിപ്ഷ്യൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, MBBS പഠിക്കാൻ വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതായത് ഇത്ര കുട്ടികൾക്കാണ് ഇന്ത്യയിൽ കൊടുക്കുക, പല രീതിക്കുള്ള സ്കോളർഷിപ്പുകളുണ്ട്, മാർക്ക് റിക്വയർഡ് ചെയ്തിട്ട് കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ, ഡിഫറെൻറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ത്രൂ തന്നെ 2-3 കുട്ടികൾ അവിടെ 100% സ്കോളർഷിപ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് MBBS. സോ സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്, അത് എല്ലാ രാജ്യങ്ങളിലും അവൈലബിൾ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 100% സ്കോളർഷിപ്പ് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് 100% സ്കോളർഷിപ്പ് ഓപ്ഷൻ തന്നെയാണ്. കാരണം ഞാൻ കെയറോയിലെ കാര്യം പറഞ്ഞല്ലോ, കെയറോയിൽ 100% തന്നെയാണ് സ്കോളർഷിപ്പ് ഓപ്ഷൻ ഉള്ളത്. അങ്ങനെ പഠിക്കുന്നത് ഈവൻ 100% മീൻസ് ഫീസ് മാത്രമല്ല, ഈവൻ അവർക്ക് അവിടെ എക്സ്പെൻസിനുള്ള ഫണ്ട് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിസ പ്രോസസ്സിങ്ങിനുള്ള ക്യാഷൊക്കെ കൊടുത്ത് 100% സ്കോളർഷിപ്പ് തന്നെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ട്. പക്ഷേ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇല്ല. അത് വളരെ നിങ്ങളെ കൺസൾട്ടൻസി ആയിട്ട് മനസ്സിലാക്കി ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾ ഈവൻ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇനീഷ്യലി ഒരു ഫസ്റ്റ് ഇയർ പോകാനുള്ള ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യത്തിലേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. കാരണം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ടല്ല പല കുട്ടികളും അഡ്മിഷൻ എടുക്കുന്നത്. ഇൻ ബിറ്റ്വീൻ നമ്മൾ ആപ്ലിക്കേഷൻ ഇടുന്ന കൂട്ടത്തിൽ സ്കോളർഷിപ്പിനോട് അപ്ലൈ ചെയ്യും. ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ആയി കിട്ടും എന്നുള്ളൊരു കാര്യം. അക്സെപ്റ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലെക്കാണ്. ഹിഡൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ടേംസ് ആൻഡ് കണ്ടീഷൻസിനല്ല ഹിഡൻ കാര്യങ്ങൾ ഉണ്ടാവുക. മെയിൻലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ കാണുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജോർജിയയിൽ 25 ലക്ഷം രൂപയ്ക്ക് MBBS പഠിക്കാം എന്നുള്ളൊരു വീഡിയോക്ക് എതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അഡ്വർടൈസ്മെൻറ്റുകളിൽ പല ആളുകളും 25 ലക്ഷം രൂപയ്ക്ക് ജോർജിയയിൽ MBBS പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പോസിബിൾ അല്ല. അപ്പോൾ ഹിഡൻ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ളൊരു ടേമിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഹിഡൻ ഫീസസ് ആണ്. അതായത് പല ആളുകളും നിങ്ങൾക്ക് MBBSന് എത്രയാണ് ഫീസ് കറക്റ്റ് വരുന്നത് ത്രൂ ഔട്ട് കാൽക്കുലേഷൻസിൽ അവർ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരില്ല. അപ്പോൾ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോൾ ഫീൻ്റെ കൂടെ നിങ്ങൾക്ക് ഹോസ്റ്റൽ അക്കോമഡേഷൻ എക്സ്പെൻസുകൾ ഉണ്ടാവും. നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്കാണ് പോകുന്നത്, അപ്പോൾ വിസ റിലേറ്റഡ് ആയിട്ടുള്ള ചാർജസുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചാർജസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങൾക്ക് എല്ലാ വർഷവും നിങ്ങൾ പോയി വരണമെങ്കിലുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. മാത്രമല്ല നിങ്ങൾ ഫസ്റ്റ് പോകുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൺട്രിയിൽ പോകുമ്പോൾ മേ ബി അവിടെ മെഡിക്കൽ ടെസ്റ്റുകൾ ചെയ്യാനുണ്ടാവും, ഇമിഗ്രേഷനിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ള കോട്ടിലുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനും അത് ചോദിച്ച് അവരുടെ അടുത്ത് റിയലായിട്ട് മനസ്സിലാക്കുക. മാത്രമല്ല ഫുഡ് എക്സ്പെൻസ് കറക്റ്റ് ചോദിക്കുക. ഫുഡും അക്കോമഡേഷനും എത്രയാണ് കോസ്റ്റ് വരുന്നതെന്ന് ചോദിക്കുക. എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ChatGPTയിലോ ഗൂഗിളിലോ എവിടെ പോയിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൂടെ ചോദിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഒരു ഓഫർ കണ്ടിട്ട് MBBSൻ്റെ ഒരു ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു കോട്ട് തരുമല്ലോ, ഇതാണ് കാര്യങ്ങൾ. നിങ്ങൾ ഓഫർ കണ്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ കൺസൾട്ടൻസിയിൽ പറയേണ്ട കാര്യം, എനിക്കൊരു റിട്ടൺ അഗ്രിമെൻറ്റ് വേണം, രജിസ്റ്റേർഡ് റിട്ടൺ അഗ്രിമെൻറ്റ് ചോദിക്കുക അവരുടെ അടുത്ത്. നോട്ടറിൻ്റെ അടുത്ത് പോയിട്ടാണ് അങ്ങനെ ഈ കൊട്ടേഷൻ വെച്ചിട്ട് ത്രൂ ഔട്ട് എനിക്ക് 6 ഇയേഴ്സ് പഠിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി വേണം എന്നുള്ളത് ഒരു റിട്ടൺ അഗ്രിമെൻ്റ് ആയിട്ട് ചോദിക്കാം. അതായത് ഫ്രീ ബീസ് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചോദിക്കണം, ത്രൂ ഔട്ട് 6 ഇയേഴ്സ് ഇത്ര പൈസയെ വരുള്ളൂ എന്നുള്ളതിൻ്റെ റിട്ടൺ അഗ്രിമെൻറ്റ്, രജിസ്റ്റേർഡ് അഗ്രിമെൻറ്റോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഇയർ കഴിയുമ്പോഴത്തേനും റിയലൈസ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ആരും പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഫ്രീ ബീസ് കൊടുത്ത ആൾ ചിലപ്പോൾ നാളെ ഓഫീസ് പോലും ഉണ്ടാവില്ല. കാരണം അത് മാനേജ് ചെയ്യാൻ കഴിയില്ല. പ്രോപ്പർലി ഒരു SOPയിൽ പോണ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ബീസ് വന്നിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ 100% സർവീസ് തരുന്ന ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം, ഒരു കൺസൾട്ടൻസിയെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ബീസ് എന്നുള്ളത് പോസിബിൾ അല്ല. ആരെങ്കിലും ഫ്രീ ബീസ് തരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചെയ്യുക. മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ മലയാളീസിനെ പറ്റിക്കാനാണ് ഏറ്റവും എളുപ്പം എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാലോ. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടാവും. കാരണം ലോകത്ത് ഓഫർ കൊടുക്കുന്നതിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. എന്തിനാണ് കൊടുക്കണം? ഒന്നെങ്കിൽ ആ പ്രൊഡക്റ്റ് ഒരു 1 വീക്കിനുള്ളിൽ എക്സ്പയർ ആവും, അല്ലെങ്കിൽ 2 വീക്കിനുള്ളിൽ എക്സ്പയർ ആവുന്ന ഒരു പ്രൊഡക്റ്റിന് ആ ഒരു ഓഫർ കൊടുക്കുള്ളൂ. അല്ലാണ്ട് ഒരു ക്വാളിറ്റി ഉള്ളൊരു സാധനത്തിന് അല്ലെങ്കിൽ ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റിന് ആരും ഓഫർ കൊടുക്കില്ല. ഒന്നെങ്കിൽ ഒരു കൺസൾട്ടൻസി നിങ്ങൾക്ക് ഓഫർ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അവർക്ക് ഡിമാൻഡില്ല, അപ്പോൾ അവർക്ക് സംഭവം കുട്ടികളെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതാണ് മിനിമം ലോജിക്കാണ്. അത് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.